പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അല്പം ലഘുവായി ചിന്തിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ മാതൃരാജ്യമായ ഭാരതത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ലോകസഭാ ഇലക്ഷൻ നടക്കുകയാണ്. ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരെ സംബന്ധിച്ച് ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വലിയൊരു സംഘർഷം അല്ലെങ്കിൽ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJP മുഖ്യ സ്ഥാനം വഹിക്കുന്ന ആ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണമോ, അതോ കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്യുന്ന ആ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണമോ, അതുമല്ലെങ്കിൽ LDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അവിടെ LDFും അവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുമൊക്കെ ഒരുമിച്ചാണ് നീങ്ങുന്നതെന്ന് അറിയുന്നു. അതേസമയം കേരളത്തിൽ ഇവിടെ LDFും UDFും നേരെ വിപരീതമായിട്ട് ഓപ്പോസിറ്റായിട്ട് നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. ആർക്കാണ് ഈ ഇലക്ഷനിൽ തങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? ആർക്ക് വോട്ട് ചെയ്താലും ക്രൈസ്തവരെ സംബന്ധിച്ച് അത് ഗുണകരമാവുകയില്ല. അല്ലെങ്കിൽ തങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്ന, തങ്ങളുടെ ആശയങ്ങൾക്ക്, തങ്ങളുടെ ചൈതന്യത്തിന് എതിർ നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ മുന്നണികളാണ് ഉള്ളതെന്നുള്ള ചിന്തയാണ് ക്രൈസ്തവർക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നിവേശനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വരാൻ പോകുന്ന ഇലക്ഷനിൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്? ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നന്മ, അതിൻ്റെ ഔന്നത്യം നമ്മൾ അളക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ നോക്കിയും അതിൽ മെച്ചമായിട്ട് ജീവിച്ച മെച്ചമായി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മാനവരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും അധികം നന്മ ചെയ്യുന്ന വ്യക്തികൾ എന്തുമാത്രം അതിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ മാനവ സമൂഹത്തിന് അപകടകരമല്ലാത്ത എന്തുമാത്രം വ്യക്തിത്വങ്ങൾ, ജീവിതശൈലികൾ അവിടെ നിന്നുണ്ടാകുന്നു. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ ആധികാരികത, അതിൻ്റെ നന്മ നമ്മൾ അളക്കുന്നത് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ ധാർമ്മിക പ്രബോധനങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അതല്ലാതെ സഭയിൽ ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തെ നോക്കിയല്ല. പിന്നെ നമ്മൾ സഭയെ ശ്രദ്ധിക്കുന്നത് ഈ സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ ധാർമ്മിക പ്രബോധനങ്ങളെ ഏറ്റവും മെച്ചമായി പരിശീലിച്ച വ്യക്തികളെ നോക്കിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അടിസ്ഥാനപരമായ ആദർശം; രണ്ട്, ആദർശത്തെ എത്രമാത്രം ആഴത്തിൽ ജീവിച്ചു. ഇനി നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മുന്നണികളെ ശ്രദ്ധിക്കുക. BJP എന്ന പാർട്ടിയെ ശ്രദ്ധിക്കുക, കോൺഗ്രസ് എന്ന പാർട്ടിയെ ശ്രദ്ധിക്കുക, അതുമല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ശ്രദ്ധിക്കുക. ഈ മൂന്ന് പാർട്ടികളുടെയും അടിസ്ഥാന ആദർശത്തെ നമ്മൾ പരിശോധിക്കുക. BJPയുടെ ആദർശം ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഓരോ പാർട്ടിയുടെ ആദർശം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊരു പക്ഷേ ഇതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത്. BJP എന്ന പാർട്ടിയുടെ അടിസ്ഥാനപരമായ ദർശനങ്ങൾ എന്തുമാത്രം ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ചേർന്ന് പോകുന്നു, ക്രൈസ്തവ വിശ്വാസത്തെ വളർത്തുവാൻ എന്തുമാത്രം സഹായകരമാണ് അവരുടെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ. അവർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ, ആ പാർട്ടി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ആദർശങ്ങൾ വെച്ചുകൊണ്ട് എന്തുമാത്രം അവർക്ക് ക്രൈസ്തവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ BJP എന്ന പാർട്ടിയിൽ ഏറ്റവും ആഴത്തിൽ അവരുടെ ആദർശം ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്തുമാത്രം ക്രൈസ്തവരെ സഹായിക്കാൻ വേണ്ടി കഴിയും. അടുത്തതായിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ എത്രമാത്രം ക്രൈസ്തവ വിശ്വാസത്തിന് ചേർന്നതാണ്, എന്തുമാത്രം ക്രൈസ്തവ വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ സഹായകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം. അവരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം ഏറ്റവും മെച്ചമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്തുമാത്രം ക്രൈസ്തവരെ വളർത്താൻ വേണ്ടി സാധിക്കും, സഹായിക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമതായിട്ട് കോൺഗ്രസ് പാർട്ടി എടുക്കുക. കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ
എന്തുമാത്രം ക്രൈസ്തവർക്ക് മാനവ സമൂഹത്തിന് നന്മയ്ക്കുതകുന്നവയാണ്. അവർ വിജയിച്ചു വന്നാൽ, അല്ലെങ്കിൽ അവരിൽ ആ കോൺഗ്രസ് ആദർശങ്ങൾ ഏറ്റവും മെച്ചമായിട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് എന്തുമാത്രം സഭയെ, ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വേണ്ടി കഴിയും. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമുക്കറിയാവുന്നതുപോലെ ഒരു പാർട്ടിയുടെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ അത് നിലനിൽക്കവേ അതിന് വിരുദ്ധമായി, അതിനെ മറികടന്നുകൊണ്ട് എത്ര ആത്മാർത്ഥതയുള്ള വ്യക്തിക്ക് പോലും അത് ആയിരുന്നുകൊണ്ട് നന്മ ചെയ്യാൻ സാധ്യമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനപരമായ പ്രബോധനങ്ങൾ, ആദർശങ്ങൾ അത് മാനവ സമൂഹത്തിന് അത്ര ഉതകുന്നതല്ല എന്ന് വിചാരിക്കുക. അടിസ്ഥാന ആദർശം അങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സഭയിലായിരുന്നു കൊണ്ട് ഒരു വ്യക്തി എന്തുമാത്രം നന്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചാലും, മാനവ സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി ആഗ്രഹിച്ചാലും, അതിൻ്റെ അടിസ്ഥാന ആദർശം അതിനെതിരെ നിൽക്കുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് ഒരു പരിധി കഴിഞ്ഞ് നന്മ ചെയ്യുക സാധ്യമല്ല. ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാനപരമായ ആദർശങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന്, മാനവ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് സഹായകരമല്ലാതെ സങ്കുചിതമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ പാർട്ടിയിൽ ആയിരുന്നുകൊണ്ട് എത്ര ആത്മാർത്ഥമായി ഒരു വ്യക്തി ആഗ്രഹിച്ചാലും ആ വ്യക്തിക്ക് ഒരു പരിധി കഴിഞ്ഞ് നന്മ ചെയ്യുക സാധ്യമല്ല. നേരെ മറിച്ച് ഒരു പാർട്ടിയുടെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ നല്ലതാണ്, അത് ക്രൈസ്തവ സഭയെ സഹായിക്കാൻ ഉതകുന്നവയാണ് എങ്കിൽ ഇപ്പോൾ ആ പാർട്ടിയുള്ള പല വ്യക്തികളും അല്ലെങ്കിൽ പ്രമുഖരായ നേതാക്കന്മാരൊക്കെയും ഒത്തിരി മോശമായിട്ടാണ്, അതിന് ആദർശങ്ങൾ വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും ആത്മാർത്ഥതയുള്ള നേതാക്കന്മാർക്ക് വളർന്നു വന്ന് ആ പാർട്ടിയെ നവീകരിക്കാൻ കഴിയുന്നതാണ്. ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന സഭയെ സഹായിക്കാൻ വേണ്ടിയും കഴിയും. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ അല്പം ശാന്തമായി ധ്യാനിച്ച് ചിന്തിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അടിസ്ഥാനപരമായി ക്രൈസ്തവ സഭയുടെ ആ ഒരു ചൈതന്യത്തെ വളർത്താൻ സഹായിക്കുന്ന ആദർശങ്ങൾ സൂക്ഷിക്കുന്നത്, അത് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ നാം പരിശോധിക്കുക. ഇപ്പോൾ ഇത്തരം പാർട്ടികളിൽ ഭരിക്കുന്ന അല്ല നയിക്കുന്ന നേതാക്കന്മാർ മോശമായി ജീവിക്കുന്നു, ആദർശങ്ങൾ ജീവിക്കുന്നില്ല എന്ന കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ പാർട്ടിയെ തള്ളിക്കളയേണ്ടതില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ നല്ലതാണെങ്കിൽ ആ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു നാൾ, ഏത് സമയത്തും സഭയെ സഹായിക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകണം, പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ സഭയെ സംബന്ധിച്ച് സഭയെ പ്രതി മാപ്പ് പറയുകയുണ്ടായി. എന്താണ് മാപ്പ് പറഞ്ഞത്? കത്തോലിക്കാ സഭ മോശമായതിൻ്റെ പേരിലല്ല, കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ ജീവിക്കുന്നതിൽ വിശ്വാസികൾ വരുത്തിയ വീഴ്ചയ്ക്കാണ് മാർപ്പാപ്പ തെറ്റ് പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാവുന്നതുമാണ്. ആദർശങ്ങൾ നല്ലതായിരിക്കുമ്പോൾ പോലും അതിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് വീഴ്ചയും തെറ്റും വരാവുന്നതാണ്. എപ്പോഴും ആദർശങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് ഏത് സമയത്തും ആ പാർട്ടിക്ക് നല്ലതാകാവുന്നതാണ്, ആ പാർട്ടിയിൽ നിന്ന് നല്ല വ്യക്തിത്വങ്ങൾ ഉയർന്നു വരാവുന്നതാണ്. ഇത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിക്കാനുള്ള ഒരു കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന ലോകസഭാ ഇലക്ഷനിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ പാർട്ടി ഇവിടെ വിജയിക്കും. ഇപ്പോൾ ഒരു സംഭവം കൂടി പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. കഴിഞ്ഞ വർഷം ലോകസഭാ ഇലക്ഷൻ നടന്ന സമയത്ത് ഇപ്പോൾ BJP ജയിക്കുമെന്നുള്ള ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രദറെ, ഇപ്പോൾ BJP പാർട്ടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്തായിത്തീരും? നമ്മളെ അവർ ഇല്ലായ്മ ചെയ്യുകയില്ലേ? നമ്മളെ കൊന്നുകളയുകയില്ലേ? ഇവിടെ രക്തസാക്ഷിത്വം, മതപീഡനം ആരംഭിക്കുകയില്ലേ? അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭാരതത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്. നിങ്ങൾ ഭാരതത്തിൽ, ഇന്ത്യയിൽ ജീവിക്കാതെ നിങ്ങൾ ദൈവരാജ്യത്തിൽ ജീവിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നതിനേക്കാൾ നമ്മൾ ശരീരത്തിൽ, ജഡത്തിൽ ജീവിക്കുന്നതിൻ്റെ, നമ്മൾ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നതിനേക്കാൾ നമ്മൾ ഭാരതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു മനോഭാവത്തിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ വരുന്നത്. ആരും ആയിക്കൊള്ളട്ടെ, ഈ ഇലക്ഷനിൽ വിജയിക്കുന്നത് ആരും ആയിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിനെ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം സംഭവിക്കാൻ പോകുന്നതെല്ലാം ദൈവഹിതമായിരിക്കും, ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് നല്ലതായിരിക്കുമെന്ന് അവന് ഗ്രഹിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ആശങ്കപ്പെടാതെ, ഉത്കണ്ഠപ്പെടാതെ നമുക്കുള്ള ആ സമ്മതിദാനാവകാശം ഏറ്റവും കൃത്യമായ രീതിയിൽ പ്രാർത്ഥനാപൂർവ്വം വിനിയോഗിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ആര് ഭരണത്തിലേക്ക് വന്നാൽ തന്നെയും അവിടെ എല്ലാം യേശു ക്രിസ്തുവിൽ ഉത്കണ്ഠ കൂടാതെ ജീവിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകും എന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.